ഈശ്വരാനുഗ്രഹമായി ഒന്ന് പതിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. അങ്ങനെ ലീഡർ ശ്രീ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ അമ്മ എന്നാണ് ഞാൻ രണ്ടുപേരെയും യാത്ര അയക്കാൻ അന്നെത്താൻ സാധിച്ചു. അത് കഴിഞ്ഞ പക്ഷേ വ്യക്തമായ രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഭാഗമായതിൻ്റെ ശേഷം ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് ഇന്ദിരാഗാന്ധി ഭാരതത്തിൻ്റെ മാതാവ് എന്ന് കാണുന്നത് ലീഡർ ശ്രീ കരുണാകരനെ. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളൊക്കെ ഇതിൻ്റെ ഫൗണ്ടേഴ്സ്, കോ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അതോടൊന്നും മര്യാദയാണ്. പക്ഷേ എൻ്റെ തലമുറയിലെ ഒരുപക്ഷെ ധീരനായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി അതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടമുള്ള ആ നിലയിലൊരു സഹവർത്തിത്വം ഒരുപക്ഷെ മാനസപുത്രൻ എന്ന അദ്ദേഹം തന്നെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് അതിനുള്ള മര്യാദയാണ് ഇന്ന് രാഷ്ട്രീയപരമല്ലാതെ തന്നെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് രാജ്യം പകർന്ന് നൽകിയ തൃശ്ശൂർക്കാർക്കുള്ള അതുവഴി കേരളത്തിനും തമിഴ്നാടിനുമുള്ള അനുഗ്രഹമായി ഒരു പദവിയിൽ ഇരുത്തിയെങ്കിൽ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഗുരുത്വം നിർവഹിക്കാൻ ആണ് ഞാനിവിടെ എത്തിയത്. അതിന് ചോദ്യങ്ങളൊന്നുമില്ല. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എൻ്റെ കയ്യിലില്ല. കേന്ദ്രമന്ത്രി നയന സഖാവിൻ്റെ ഞാനിപ്പോഴും ഉറച്ച ഭാരതീയനായി ഭാരതീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തി, ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്കും തീർച്ചയായിട്ടും എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ എവിഡൻ്റ്, അതുടയാൻ പാടില്ല. പക്ഷെ എന്ന് വെച്ച് എൻ്റെ വ്യക്തിയുടെ നിർവഹണം അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നു. അതിനൊരിക്കലും രാഷ്ട്രീയമാനം കാണേണ്ടതില്ല. എൻ്റെ അഭ്യർത്ഥന ഈ കെ കരുണാകരനടക്കമുള്ളവരെ ശാരദ ടീച്ചർ എൻ്റെ അമ്മയാണെങ്കിൽ അതിന് മുന്നേ എനിക്ക് കിട്ടിയ അമ്മയാണ് ഞാനിപ്പോൾ. അപ്പോൾ ആ സ്നേഹം ഞാൻ നിർവഹിച്ചു. ഇന്ന് മാധ്യമങ്ങൾ നിലയ്ക്ക് അങ്ങനെ ഒരു ചിന്ത വെച്ച് പുലർത്തിക്കൊണ്ട് വൈകുന്നേരം ചർച്ചയ്ക്ക് വിഷയമാക്കിയെടുത്ത് അത് കച്ചവടമാക്കിയെടുത്ത് അതും ചെയ്തുകൊള്ളു. പക്ഷെ എന്നെ അതിൻ്റെ വീണ്ടും കെ കരുണാകരൻ ഞാൻ ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയുള്ള അഭ്യർത്ഥന 2019 ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് പത്മന ചേച്ചിയോട് അപേക്ഷിച്ചത്. പക്ഷേ ഉത്തരവാദിത്വം അന്ന് എനിക്കുണ്ടായിരുന്നത് കൊണ്ട് അത് പാടില്ല സുരേഷ്, തെറ്റല്ല. എൻ്റെ പാർട്ടിക്കാരോട് ഞാൻ എന്ത് പറഞ്ഞു, എനിക്കങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ടല്ലോ എന്ന് പറഞ്ഞത് ഞാൻ മാനിച്ചു, ഇത്രയും കാലം മാനിച്ചു. പക്ഷെ ഇന്ന് രാജ്യം സമ്മാനിച്ച പദവിയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് മുന്നേ എത്രയോ കാലം കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും അതിനേക്കാൾ ഉന്നതമായ പദവിയിലിരുന്ന എൻ്റെ രാഷ്ട്രീയ ഗുരുക്കന്മാർ, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഏറ്റവും വലിയ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന രണ്ട് മഹത് വ്യക്തികൾ എൻ്റെ രാഷ്ട്രീയ പാതയിലല്ലായിരുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഗുരുത്വം കൈമോശം വരാൻ പാടില്ല. അത് ദൈവനിന്ദയാവും എന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ ആ കപ്പാസിറ്റിയിലാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് എനിക്ക് ഈശ്വരനെ അങ്ങനെ ചെയ്തിരിക്കുന്നു. ആ വികാരത്തെ മലിനപ്പെടുത്തരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ എൻ്റെ കുടുംബത്തിൻ്റെ വികാരത്തെയാണ് മലിനപ്പെടുത്തുന്നത്.
എനിക്ക് ഇതിനുള്ള അനുവാദം സർവാത്മന തന്നിട്ടുള്ള എൻ്റെ പാർട്ടി അണികളുടെ വികാരത്തെയാണെന്ന് ദയവ് ചെയ്ത് പ്രാർത്ഥിക്കുക. കാരണം ഈ ആത്മാക്കളുടെ പ്രാർത്ഥനയും എൻ്റെ പ്രവർത്തന ബലത്തിന് ആവശ്യമാണ്. ആ പ്രാർത്ഥനയാണ് ഞാൻ അവിടെ വികസന കാര്യത്തിൽ കെ കരുണാകരൻ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഒട്ടേറെ വികസന പ്രവർത്തികൾ ചെയ്തിട്ടുള്ളതാണ്. കെ കരുണാകരൻ്റെ ധനകാരമായ മാതൃകകൾ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ, മാർക്സിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ, ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപസ്തംഭത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം തന്നെ ശ്രീ ഒ രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതാണ് കേരളത്തിൻ്റെ അഡ്മിനിസ്ട്രേഷണൽ ബെനഫിറ്റ്സ് എന്ന് പറയാം. ആർക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനൊരു പൗരൻ എന്ന നിലയ്ക്ക് ഇവിടെ ഒന്നുകൂടി അടിവരയിട്ട് പറയും. കോൺഗ്രസുകാർക്ക് കരുണാകരനെ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യുക കൂടിയാണ് ഈ സന്ദർശനം. ഞാൻ പറഞ്ഞില്ല, കേരളത്തിൽ തന്നെ ചെന്ന് കേരളത്തിന് അത് തൃശ്ശൂരിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഗാ പ്രൊജക്ട് അങ്ങയുടെ മനസ്സിലുള്ള എന്താണ്? ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചർച്ച എന്ന് പറയുന്നത് ഇപ്പോഴാണ്, അല്ലേ? പെട്ടെന്ന് ഉടനെ നാളെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് ചർച്ചയാവുന്നത് ഇപ്പോഴാണ്. അതിന് ജില്ലാടിസ്ഥാനത്തിൽ, മണ്ഡലാടിസ്ഥാനത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികൾക്ക് അവകാശമുണ്ട്. അവരതിനു വേണ്ടി അടികൂടും, കടിപിടി കൂടും, അതെല്ലാം അവരുടെ അവകാശമാണ്. പക്ഷെ കേരളം എന്ന് പറയുന്ന ഒരു ചിന്ത, കേരളത്തിലെ മലയാളി ജനത എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ പ്രാദേശികത മറന്ന് അവഗണിക്കപ്പെട്ട പ്രദേശങ്ങളിലേക്ക് വികസനം കൊണ്ടുവന്ന് വികസനം കൊണ്ട് ശ്വാസം മുട്ടുന്ന പ്രദേശങ്ങൾക്ക് ഇനിയും ശ്വാസം മുട്ടലിന് പോലും, ശ്വാസം മുട്ടിക്കാൻ പോലും അവസ്ഥയില്ല എന്ന് പറയുന്ന നിലയ്ക്ക് വികസനം ഒരു ഡ്രക്കോണിയൻ ഷെയ്പ്പ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെ വാദമുണ്ട്. അതിന് പ്രാദേശികത ഇല്ല. ഞാൻ തൃശ്ശൂർ വേണമെന്ന് പറഞ്ഞിട്ടില്ല. ആ പദ്ധതി തന്നെയാണ് മുൻതിയ പരിഗണന. അത് 2015 രാജ്യസഭാ MP ആവുന്നതിന് 1 വർഷം മുമ്പ് ശ്രീമാൻ ജഗത് പ്രകാശ് നഡ്ഡ അറിയിച്ചത്. 3 തവണ മുഖ്യമന്ത്രിയാണ് ആവശ്യം ഉന്നയിച്ചതുകൊണ്ട് സ്ഥലപ്പേര് ഞാൻ എനിക്കറിയാം. ആ സ്ഥലപ്പേര് ഉച്ചരിച്ചാൽ കേരളം മുഴുവൻ എൻ്റെ കൂടെ നിൽക്കും. അവിടെയുള്ള അവിടെ അങ്ങനെ ഒരു ബൃഹത്തായ പദ്ധതി വരുന്നത് വഴി ആ പ്രദേശവാസികൾ കുറച്ച് ഗുണം പിടിച്ചു പറിക്കാൻ പാടില്ല. സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥത ഒരു പിടിച്ചുപറിയിൽ ചെന്ന് അവസാനിക്കും. കൊച്ചി മുൻപന്തി പുതിയ മേഖലയുടെ സാധ്യത ആവശ്യപ്പെട്ട് അത് പദ്ധതിയായി അംഗീകരിക്കാൻ പറ്റുമോ എന്ന് പറയുന്ന വിലയിരുത്തലിലേക്ക് ബന്ധപ്പെട്ട വകുപ്പുകൾ ആ സാധ്യതയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നിടത്തെത്തണം. ആദ്യം ആ ആവശ്യം ഒഫീഷ്യലായിട്ട് എത്തണം. ഒരു MP ആയിട്ട് അത് എത്തിക്കുമെന്ന് പറയുന്നത് ഇന്ന് അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ട്രഷറി ബെഞ്ചിൻ്റെ ഭാഗമായി ഒരു ഉത്തരവാദിത്വമുള്ള പൗരനെന്ന നിലയ്ക്ക് തീർച്ചയായും ആ ആവശ്യം ആഴത്തിൽ ഇവിടെ പതിപ്പിക്കും.